വാരിയ ഫാമിലിയിലെ ഒരു ഡാർഫർ കണ്ടോ, ഫ്ലവർ ഉണ്ടോ, ഭയങ്കര ഭംഗി. രുദ്രാക്ഷം കൊക്കോപ്ലമാണ്. ദുരിയാൻ ചെമ്പടാക്കിന്റെ പഞ്ചായത്ത് ഇഷ്ടംപോലെ കാര്യം. അത് കൊള്ളാം അല്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഒബ്ജർ മീഡിയ. ഞാനിന്ന് എത്തിയിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ വൈഡ് വെറൈറ്റി ഓഫ് ഫ്രൂട്ട് പ്ലാന്റിന്റെയും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഫാമിലി വരുന്നുണ്ട്. അതുപോലെ പുറമേ നിന്ന് കണ്ടാൽ എന്താണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ ഫാമിലിക്ക് അകത്തേക്ക് കയറണം. ഇവിടെ റംബൂട്ടാൻ തൊട്ട് തുടങ്ങാം. അങ്ങോട്ട് സാറ് തന്നെ നമുക്ക് പറഞ്ഞു ഒരുപാട് വെറൈറ്റി ഉള്ള ഈ ഒരു ഫാമിന്റെ വിശേഷങ്ങളിലേക്ക് ഇന്ന് കടക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് വാച്ച് ഇറ്റ്. നമസ്കാരം ഒബ്ജർ. നിങ്ങളിവിടെ വന്നത് നല്ല മഴയത്താണ്. എന്നാലും ശരി, നമുക്ക് നമ്മുടെ പഴങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. എൻ്റെ പേര് പ്രശാന്ത്, ഫാംസ്. കോട്ടയത്തെ കാടിപ്പുതിയിൽ 600 നമ്മുടെ ഫാംസ്. ഇവിടെ 1000 കൂടുതൽ വെറൈറ്റി ഞങ്ങൾ പ്ലാന്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ പക്ഷികളും ഡോഗ്സും മീനുകളും പിന്നെ പല വളർത്താൻ പറ്റുന്ന എല്ലാ ജീവികളെ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അല്ല, ഒരുവിധം. ഫ്രൂട്ട്സ് ഫാമസാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ വള്ളിയാണ് കാണുന്നത്. ഇത് മരമായിട്ടാണ് ഉണ്ടല്ലേ, സന്തോഷത്തിന്റെ മരമാണ്. ഇതിലെ ഫ്ലവറിംഗ് സീസൺ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന് നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു. ഇതിപ്പോ കുറച്ചേ കിടപ്പുള്ളൂ അല്ലേ? നമ്മുടെ ഈ കാണുന്നത് മരത്തിൽ മുന്തിരി ഉണ്ടാകുന്ന ചെടികളാണ്. ഇതിന്റെ ഒരു 10-68 വെറൈറ്റി മുന്തിരിക, കുറെ അധികം വേരിയന്റ് എന്നാണ് പറഞ്ഞ കേട്ടോ. ഇടയ്ക്ക് മഴ കാരണം ഈ പൊട്ടിപ്പോകുന്ന ശബ്ദം വരുന്ന കേട്ടോ. ഈ കാണുന്ന ഒരു സപ്പോട്ടയാണ്. ഇതിന്റെ വലിയ മരങ്ങളുണ്ട്. സപ്പോട്ട മരമാണ് ഈ കാണുന്നത്. സപ്പോട്ടയാണ്. വലിയ മരങ്ങളുണ്ട്. ഇതിലെ തന്നെ 4-5 വലിയ വെറൈറ്റി ഉണ്ട്. കാരണം ഇന്നത്തെ വീഡിയോക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല. സൺസ്ലോപ്പാണ്. ഇതിന്റെ ഇത് സീസൺ ഒന്നുമില്ല, എപ്പോഴും കാഴ്ച. പ്രത്യേകിച്ച് സീസൺ വേണ്ടല്ലേ. പഴങ്ങളുണ്ടായിരുന്നു, വീണ്ടും ഫ്ലവർ. ഇത് സീസൺ ഒന്നുമില്ല. ഇത് വേണ്ടില്ല. കൊക്കോപ്ലമാണ്. ഈ സംഭവം ഒരു വെറൈറ്റി ആണ്. കാരണം കൊക്കോക്കയുടെ ഒരു ഷേപ്പാണ്. അതാണ് അതിന്റെ പ്ലമ്മും ആ ഒരു ഉണ്ടായി വരുന്നത് കൊക്കോയുടെ ഷേപ്പിലാണ് വരുന്നത്. ആഫ്രിക്കൻ അല്ലേ, നല്ല വെറൈറ്റി. പൊല അടിച്ചാൽ മതി. അത് തന്നെ വീഡിയോ മൊത്തം എത്ര ഏക്കറുണ്ട്? കായുണ്ടോടാ? ഇവിടെ താഴെ വല്ലതും കിടന്ന് വീണ് നടത്തണം. കായ ഉണ്ടാവും, നോക്കണം. അറിയണ്ടേ, ഈ ആൾക്കാർ വരുന്നവരെ ഒന്നും ചോദിക്കില്ല. അത് പ്രത്യേകിച്ച് രുദ്രാക്ഷം ചേർ വെള്ളം എടുക്കും മോനെ, പനി ചെയ്യ്. ഇതിന്റെ കളറൊക്കെ നല്ല നീല കളറ്, നീല കണ്ടന്റെ കളറാ. വെള്ളം അഞ്ച് മുഖം 1, 2, 3, 4, 5 6 ഏക്കുണ്ട്. 5 ഇതിൽ 5 മുഖം. ഒന്നുമില്ലേ അടുത്ത്?
അതിന് പറഞ്ഞു കറക്റ്റായിട്ട് നമുക്കൊരു ചെറിയൊരു കിട്ടും. ഇതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ചെയ്ത് കുറച്ചുകൂടെ ക്ലീൻ ചെയ്യണ്ടേ? ഏതാണ്ട് എന്താ അഴുക്കെല്ലാം മാറ്റിട്ട് ക്ലീൻ ചെയ്ത് ശരിക്കും എണ്ണയിലിട്ട് ശുദ്ധീകരിക്കണ്ടേ? നമുക്ക് ഇതിൻ്റെ അപ്പുറം വരും. ഈ ഈർക്കിലായിട്ടാണ്. നല്ല സൂചിയൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് വരും. പ്രത്യേകിച്ച് അതൊരു ആ രീതിയിൽ തന്നെ ഇത് ഹൈന്ദവ ആചാരപ്രകാരം ഇത് ശരിക്കും പറഞ്ഞാൽ അശുദ്ധ ബോഡി അശുദ്ധമാണ്. വൈറ്റ് കുപ്പാസ് എന്ന് പറഞ്ഞ സാധനം, വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഉള്ള ബഞ്ചായിട്ട് കാഴ്ച കുപ്പാസു ബ്രസീലിയനാണ്. ദുരിയാൻ ഇത് പറഞ്ഞ താഴെ വിടായിരിക്കും കിട്ടിയേക്കണം. മുസാങ്കിയാണ്, മോന്തോങ്ങാണ്. അതിന്റെ പേട്ടുകായാണ്. വലിയ കായെല്ലാം പൊഴിഞ്ഞു പോകുന്നു. നമുക്കവിടെ പേട്ടുകായല്ലേ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത് കറക്റ്റ് നല്ല ദുരിയാനാണ്, അണ്ടി കിടക്കുന്ന. അപ്പം അതാണ് കാണിച്ചത്. നിറയെ ഉണ്ടാവും. കണ്ടല്ലോ ഒരു ബഞ്ചിൽ കണ്ടില്ലേ? നന്നായിട്ട് പെടുന്ന നല്ല ടേസ്റ്റാണ്. വൈൽഡ് റെഡ് ഗുവ അല്ലേ? വാരിയ ഫാമിലിയിലെ ഒരു ടാപ്പ് കണ്ടോ, ഫ്ലവർ ഉണ്ടോ? ഭയങ്കര ഭംഗി. കിടിയ മംഗോസ് ഇഷ്ടം പോലെ റംബൂട്ടാനൊക്കെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അത് പഴുക്കാനായിട്ട് ഇനി എനിക്ക് തോന്നുന്നു ഒരു 1-2 ആഴ്ചയൊക്കെ പഴുക്കുന്ന സംഭവങ്ങളാണ് മുഴുവൻ കിടക്കുന്നത്. അത് ഏക്കർ കണക്കിന് കിടപ്പുണ്ട്. ഇവിടെ ഒത്തിരി കാണിക്കാനുണ്ട്. അതൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും കഴിയത്തില്ല. അതേപോലെ മിനിറ്റുകൾ എടുക്കും. വിജേന്ദ്ര ചൈനയിലെ വലിയൊരു വെറൈറ്റി. ആ ഒരു 5 അടി വട്ടം തരുന്നുണ്ട്. ഒളീനിയ, ഒന്നുകൂടെ പറഞ്ഞേ. ഒളീനിയയുടെ ഒരു വെറൈറ്റിയാണ്. പേരിപ്പോൾ എനിക്ക് ഓർമ്മയില്ല. നിറയെ കായ ഉണ്ടാവും, പക്ഷെ വലിപ്പം കുറയും. എടുത്തോട്ടെ. നേമി സപ്പോട്ട 1 കിലോയ്ക്ക് മേളിൽ തൂക്കം വരുന്ന സപ്പോട്ട ഉണ്ടാകുന്നില്ല. ചക്ക കഴിഞ്ഞ ഏറ്റവും വലിയ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഏരിയ ഫ്ലവർ ചെയ്ത് വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയ കാണാൻ പറ്റും. ക്വീനി മാംഗോ, ഇത് അർസാബുൻ നിറയെ ഉണ്ടാവുന്നുണ്ട്. ജ്യൂസിന് ബെസ്റ്റ് സാധനം. ഷുഗർ ഇത് സുഗന്ധമുള്ള പഴം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ അർസാബോയ് പഴുത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല മഞ്ഞ കളറാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ കുറേ കിടപ്പുണ്ട്. കിടക്കുന്ന എല്ലാം കുറേ പച്ചാണെന്ന് തോന്നുന്നു. ഏകദേശം പഴുക്കാറായ പ്രായമായത് ആണെന്ന് പറയാം.
അബിയു ആണ്, ഇത് ഗ്രാഫ്റ്റ് അബിയു ആണ്. അബിയു എല്ലാം ഉണ്ടായി കിടപ്പുണ്ടോ? അബിയുവിന്റെ സീസൺ അല്ല, എന്നാലും ശരി ഇടയ്ക്കിടയ്ക്ക് പഴങ്ങൾ കാണും. പഴമായിട്ട് കണക്കാക്കണ്ട. അബിയു നല്ല സാധനം. അതിന്റെ സീസൺ ആയി ഇഷ്ടംപോലെ കാണും. നിങ്ങൾ വരുന്നത് ജൂലൈയിലല്ല, ജൂലൈ മാസം. എന്നാലും ഉണ്ട്. ഇനിയും പറിക്കാനുണ്ട്. ഇത് പറിച്ചെന്നെ താഴെ ഈ വലിപ്പമല്ല, ഇത് നാലത്തെ വലിപ്പം. ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ദുരിയാൻ ചെമ്പടാക്കിന്റെ പഞ്ചായത്ത് ഇഷ്ടംപോലെ കാര്യം. അത് കൊള്ളാം അല്ലേ. ദുരിയാൻ ചെമ്പടാക്ക്, ചീനി ചെമ്പടാക്ക്, അങ്ങനെ കുറെ വെറൈറ്റി ഉണ്ട്. ചെമ്പടാക്ക് തന്നെ കുറെ വെറൈറ്റി ഉണ്ട്. ഇത് ഓൾ സീസൺ അല്ല, സീസണാണ്. ഇത് ഈ സമയത്ത് ഇതിൻ്റെ അകത്ത് കായ ഉണ്ടാവും. ഈ സമയം കഴിഞ്ഞാൽ ഇതിൽ കായ ഉണ്ടാവില്ല. ഓൾ സീസൺ വെറൈറ്റി ഉണ്ട്, അല്ലാത്ത വെറൈറ്റി ഉണ്ട്. ചിലതൊന്നും എന്താണ് ഐറ്റം എന്ന് പറയാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അതേപോലെ 14 ഏക്കർ വരെ കവർ ചെയ്യാൻ കിടക്കുക. നല്ല മഴയും വരുന്നുണ്ട്, അപ്പൊ നമുക്ക് അതിനു മുമ്പ് ഷൂട്ട് ചെയ്ത് തീർക്കണം. ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സിന്റെ ഒക്കെ പേര് പോലും പറയാനായിട്ട് അത് സമയം കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പോകുന്നതിന് പുറകെ നമ്മൾ ക്യാമറ ആയിട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ 3 കുളമൊക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട്. അത് ഫുള്ളായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ 1 മണിക്കൂറൊക്കെ നീണ്ടു പോകുന്ന ലെവലിലേക്ക് വന്നുകൊണ്ടാണ് മാക്സിമം ചുരുക്കിയിട്ട് അവിടുത്തെ കുറച്ച് ഹൈലൈറ്റ് മാത്രം ഉൾപ്പെടുത്തി ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പലരും ഈ ഫാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആദ്യമായിട്ട് ഈ ഹൈറ്റ് ഒരു ലെവലൊക്കെ ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, അതായത് ഏറ്റവും നല്ലൊരു ഹൈറ്റിൽ വരുന്നതാണ്. അവിടേക്ക് നമ്മൾ പോയിട്ട് അവിടെ കുറച്ച് ഭാഗങ്ങളെത്തി ഈ പ്ലാന്റ്സിന്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്നാണ് ഒരു പ്രൊഡക്ഷൻ വരുന്നത്. അപ്പൊ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. അപ്പൊ മഴക്കാറും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു വലിയ ഭംഗി ഫീൽ ചെയ്യാത്തത്. നമ്മൾ വാഗമൺ മൂന്നാർ പോകുന്ന പോലെ. ചില കാർഡിനൊന്നും പേര് പോലും ഓർക്കുന്നില്ല. അപ്പൊ അതൊക്കെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു തന്നാ എല്ലാം മറന്നുപോയി. ഒരുപാട് മൃഗങ്ങളും ജീവികളും ഒക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫാൻസി കോഴികളും അതേപോലെ പ്രാവ്, പിന്നെ കുറച്ച് കോണൂർ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കവർ ചെയ്യാനായിട്ട് പറ്റുന്ന സമയത്തിന് നല്ല ഇരുട്ടും വന്നു. ആ സമയം കൊണ്ട് നമ്മൾ കിട്ടിയത് ഷൂട്ട് ചെയ്തതാണ്. അതാണ്ട് ഈ കാണുന്നതൊക്കെയാണ്. കുറേ നല്ല വെറൈറ്റീസ് ഒക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അത് വെളിയിൽ നമുക്ക് മീനിൻ്റെ ഒക്കെയാണ്, അലിഗേറ്ററൊക്കെ പോലെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഫാൻസി കോഴി, അതേപോലെ തന്നെ ചെക്ക് പോളിഷ് ക്യാപ്പ് എന്നൊക്കെ പറയുന്ന കുറേ നല്ല വെറൈറ്റി ഒക്കെ ഇനം ഉണ്ട്. ഇതിനൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ അഴിച്ചു വിട്ടിരിക്കുക. ഞാൻ കൂട്ടി കയറി കുറച്ച് എടുത്തതാണ് വീഡിയോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ. മഴക്കാറ് കാരണം നമുക്ക് ആ അലിഗേറ്ററിനെ ഒന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല. 2 വലുത് കിടപ്പുണ്ട്. ബിബ്ജിയറിനോടൊപ്പം ഇന്നത്തെ ഒരു ദിവസം രാവിലെ, പക്ഷെ ഞങ്ങൾക്ക് മുഴുവൻ കാണാൻ കഴിഞ്ഞിട്ടില്ല, ഇവരെ കാണിക്കാനും കഴിഞ്ഞിട്ടില്ല. പെട്ടെന്നുള്ള മഴയും കാര്യങ്ങളൊക്കെ വന്ന് മൊത്തത്തിൽ കൺജസ്റ്റ് ആയിപ്പോയി. എന്നാലും ശരി, നന്നായിട്ട് സഹകരിക്കുന്ന കുട്ടികളാണ്. ഇതുപോലെ നല്ല വീഡിയോകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ഐനെറ്റ് ഫാം.